വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു സൺഡേ ടോക്ക്. ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് ഉത്തരം കിട്ടാത്ത കുറച്ച് ചോദ്യങ്ങളാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ ഉത്തരങ്ങൾ കിട്ടും, പല വിധത്തിലും ഉത്തരങ്ങൾ കിട്ടും. പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിൽ തന്നെ ഒരുപാട് കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ. അപ്പോൾ അതിനെങ്ങനെ ഉത്തരം കണ്ടെത്തണം എന്നുള്ളതാണ്. അതിൽ ഒന്നാണ്, ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് കടം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടം കൊടുക്കണോ വേണ്ടയോ എന്ന്. കാരണം കൊടുക്കാം, കൊടുത്തു കഴിഞ്ഞാൽ ഈ കടം കൊടുക്കുന്നത് ഫ്യൂച്ചറിൽ ഈ കടം ചോദിച്ച വ്യക്തിയുമായിട്ട് ശത്രുത ഉണ്ടാക്കാനുള്ള ചാൻസാണ്. ഫ്യൂച്ചറിൽ നമ്മൾ കൊടുത്താൽ പിന്നീട് നമുക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിലിങ്ങനെ കിടന്ന് തിരിച്ചു തന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചോദിക്കാണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ 1 കൊല്ലം 1.5 കൊല്ലമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ വ്യക്തി നമ്മളെ ുള്ള ഇഷ്ടം പോയി നമ്മളെ പിന്നെ ശത്രുവായിട്ട് കാണാൻ തുടങ്ങും. എന്നാൽ നമ്മൾ ചോദിച്ചില്ലെങ്കിലോ അവർ പിന്നെയും അതൊക്കെ മറന്നിട്ട് പിന്നെയും ഇവർ ചോദിക്കുന്നില്ല, അതുകൊണ്ട് എന്താ ഇവരുടെ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും ചോദിക്കാത്തത്, എനിക്ക് തരുന്നതിനോട് അവർക്ക് വിയോജിപ്പൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് അവർ നമ്മളോട് റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. അതുമല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ ഒളിഞ്ഞു നടക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളിലൊന്നാണ്, നമ്മൾ കല്യാണം കഴിഞ്ഞൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ അമ്മായിയമ്മ നമ്മളെ പ്രഷറിച്ച് പണിയെടുപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളെ മോശമായിട്ട് നമ്മളോട് സംസാരിക്കുക, അവിടെയുള്ളവർ നമ്മളെ ഡോമിനേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള രീതികൾ വരുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് അല്ലേ. നമ്മളത് തിരിച്ച് പറഞ്ഞാലോ നമ്മൾ തൻ്റെടിയായി, നമ്മൾ വീട്ടിൽ അച്ഛനമ്മനെ വിളിച്ച് പറഞ്ഞാലോ അവർക്ക് വിഷമമായി, എന്നാൽ മിണ്ടാണ്ട് നിന്നാലോ നമ്മളെല്ലാം സഹിക്കണു എന്ന് പറഞ്ഞിട്ട് അവർ കൂടുതൽ അവർ നമ്മളോട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂട്ടിക്കൊണ്ടേയിരിക്കും. നമ്മളോട് കാണിക്കുന്ന ആ പെരുമാറ്റവും ഇതുമൊക്കെ ഇവളെല്ലാം സഹിക്കുന്നുണ്ട്, ഇവളെല്ലാം സോളോ ചെയ്യുന്നുണ്ട്, ഒന്നും കുഴപ്പമൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവളെ ഒരു അടിമയെ പോലെ കാണാമെന്നുള്ള രീതിയിൽ നമ്മുടെ മേലെ അവർക്ക് അടിച്ചേൽപ്പിക്കേണ്ടതല്ല അടിച്ചേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 3 പറഞ്ഞ കാര്യങ്ങളിൽ നമ്മളിപ്പോൾ ഏതാണ് ചൂസ് ചെയ്യുക? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കുഴപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് അല്ലേ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഫ്രണ്ട്സിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ ജലസോടുകൂടി കാണുകയും നമ്മളെ അടിച്ച് താത്തുന്ന തരത്തിൽ നമ്മളോട് സംസാരിക്കുകയും വെച്ച് സംസാരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹിക്കും. കുറേ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ ഒരു വിങ്ങലായി മാറും. കാരണം നമുക്ക് ഒരു പോസിറ്റീവ് വൈബും അവരുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നില്ല. അവരുടെ അടുത്തേക്ക് പോവുകയും അവർ മീറ്റ് ചെയ്യുന്നതേ നമുക്ക് ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ പരിഹസിക്കുക, അങ്ങനെയുള്ള രീതിയിലൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല വിഷമമാണ്. പക്ഷെ നമ്മളത് ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ പ്രതികരിക്കില്ല, കാരണം ഫ്രണ്ട്ഷിപ്പ് പോയാലോ എന്ന് പേടിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഉത്തരങ്ങൾ പല വിധത്തുനിന്നും പല രീതിയിലും കിട്ടും. ഒന്നാമത്തെ ഉത്തരമാണ് നോ പറയേണ്ടടുത്ത് നോ പറയണം. നോ പറഞ്ഞു കഴിഞ്ഞാൽ കട്ടായി പോയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് പീസ് കിട്ടും, നിങ്ങൾക്ക് സമാധാനം കിട്ടും എന്നുള്ളതാണ്. നോ പറയേണ്ടടുത്ത് നോ പറയണം എന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, കുറച്ച് ക്ഷമയോടുകൂടെ പോയി കഴിഞ്ഞാലും അവർ സ്വയം മാറിയേക്കാം എന്നുള്ളത്. എൻ്റെ അമ്മൂമ്മ പണ്ട് പറയുമായിരുന്നു, 2 കൈ തട്ടിയാൽ ആണ് ഒച്ച വരിക എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ തോന്നും അങ്ങനെ എന്ന് വെച്ചാൽ പ്രതികരിക്കാണ്ടിരുന്നാൽ എങ്ങനെയാണ്, നമ്മൾ ഫൂളാണോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇന്ന് ഞാൻ എടുക്കുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടം കൊടുക്കുന്നതിനെ കുറിച്ചിട്ട്. കാരണം ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഡൗട്ടാണ് ഈ കടം ചോദിക്കുന്നവരെ. ഞാൻ പണ്ട് ചെറുപ്പം മുതലേ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛനോട് കടം ചോദിക്കുന്നത്, അച്ഛൻ കടം കൊടുക്കാറുള്ള ഒരാളാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ചെറുപ്പത്തിലൊന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി, ഞാൻ സമ്പാദിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളൊരു മാസം, അതായത് ഒരു മാസം കഷ്ടപ്പെട്ടിട്ട് ഏണിങ്സ് കിട്ടാൻ വേണ്ടി സാലറി ഡേറ്റിന് അവിടെ ക്യൂ നിൽക്കുന്ന, അതായത് ഞാൻ ടീച്ചറായിരുന്നല്ലോ. അപ്പം ഞാനൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി അധികം ഞാനായിരിക്കും മേ ബി വൺ ഓഫ് ദ സ്പിൻസ്റ്റർ ഞാനായിരിക്കും. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ സ്പിൻസ്റ്റേഴ്സായിട്ട്, അതിലൊരാൾ ഞാനായിരുന്നു. ബാക്കി എല്ലാ ടീച്ചേഴ്സിനും കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നവരായതുകൊണ്ട് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ളതുകൊണ്ട് സാലറി വരുന്നതിന് 3 ദിവസം മുമ്പേ അവർ സാലറി ഡേ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. കാരണം കുറേ പേർക്ക് ലോൺ അടയ്ക്കാനുണ്ട്, വീടിൻ്റെ റെൻറ്റ് അടയ്ക്കാനുണ്ട്, കുട്ടികളുടെ ഫീസ് അടയ്ക്കാനുണ്ട്, മറ്റു ചില ചിട്ടി അടയ്ക്കാനുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട്. അപ്പോൾ അവരുടെ ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഈ ടീച്ചേഴ്സിൽ ചിലവർ എന്നോട് വന്ന് കടം ചോദിക്കും. കാരണം എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ അടുത്ത് നിന്ന് വന്ന് കടം ചോദിക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ എൻ്റെ അച്ഛനോട് ചോദിക്കുമായിരുന്നു,
ഈ കടം കൊടുത്തവരൊക്കെ തിരിച്ചു തരാറുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അപ്പോഴാണ് അച്ഛൻ ഇതിനെക്കുറിച്ചിട്ട് എന്നോട് ഓപ്പണായി സംസാരിക്കുന്നത്. അതുവരെ നമ്മളൊക്കെ കുട്ടികളെല്ലാം വിചാരിച്ച് നമ്മളോടൊന്നും സംസാരിക്കില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ കടം കൊടുത്തവരിൽ മിക്കവരും തന്നിട്ടില്ല, ഒക്കെ ചോദിച്ച് വാങ്ങുക തന്നെ, വേറെ എന്ത് ചെയ്യാനാണ്, മാക്സിമം 1 കൊല്ലം വരെയൊക്കെ ക്ഷമിക്കുക എന്തെങ്കിലും. കാരണം ഈ കടം ചോദിക്കുന്നവരുണ്ടല്ലോ, നിവൃത്തിയില്ലാതെ വന്ന് ചോദിക്കുന്നതാണ്. കാരണം കടം ചോദിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ അഭിമാന പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അഭിമാനം കളഞ്ഞും ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ കടം ചോദിച്ച് അങ്ങനെ അഭിമാനം കളഞ്ഞ് ചോദിക്കുന്നവരുണ്ട് കേട്ടോ. ചുമ്മാ കുറച്ച് പൈസ കിട്ടിയാൽ ചിലവാക്കാം എന്ന് വെച്ചാൽ നാണോ മാനോ ഇല്ലാണ്ടൊക്കെ ചോദിക്കും, അത് വേറെ. പക്ഷേ കുറച്ച് അന്തസ്സോടെ ഇരിക്കുന്നവർ പൈസ ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാനം കളഞ്ഞ് ചോദിക്കണമെങ്കിൽ അവർ അത്രയ്ക്കും ഫിനാൻഷ്യലി സീറോ ആയി കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയുള്ളവർ കടം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാനായിട്ട് അടുത്തിടയ്ക്കൊന്നും സാധിക്കില്ല, അവരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അങ്ങനെ സാധിക്കുന്ന ഒരാൾ നമ്മുടെ തോന്നി ഇങ്ങനെ വന്ന് കടം ചോദിക്കില്ലല്ലോ. അപ്പോൾ അത്രയും ലോ ലെവലിൽ പോകുന്നതുകൊണ്ടാണ് അവർക്ക് കടം ചോദിക്കുന്ന ഒരു സാഹചര്യം വരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ ഒരു 1.5 കൊല്ലം വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കടം കൊടുത്തിട്ടൊക്കെ. അങ്ങനെ കിട്ടാണ്ടാവുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാലോ അവരൊരു ശത്രുത ഭാവത്തിലായിരിക്കും പിന്നെ നമ്മളെ കാണുക. ഇവരെന്താ ആകെ കൂടെ ഞാൻ ചോദിച്ചത് 1,000 ഉള്ളൂ അല്ലെങ്കിൽ 2,000 ഉള്ളൂ, ഇതാണിപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് ചോദിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ചിലവർ ഈ ട്രിക്കിൽ എപ്പോൾ തന്നു എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എവിടെ പ്രൂഫുള്ളത്? അല്ലെങ്കിൽ അമ്മ കണ്ടു തന്നിട്ടുണ്ടാവും, അമ്മയാണോ പ്രൂഫ്? അല്ലല്ലോ. അപ്പോൾ ചിലത് വിട്ടുകളയും, ചിലത് അങ്ങനെയല്ല, അച്ഛൻ നന്നായി സംസാരിച്ചിട്ടൊക്കെ വാങ്ങിക്കും. ചിലവരെന്ത് ചെയ്യുന്നറിയാം, ആദ്യമേ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2,000 3,000 ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് നെക്സ്റ്റ് മാസം കൊണ്ടുതരും. എന്തിനാന്ന് വെച്ചാൽ 6 മാസം കഴിഞ്ഞിട്ട് വലിയ പ്ലാൻ ഇട്ടിട്ടുണ്ടാവും, ബിഗ് ഡീൽ. 6 മാസം കഴിഞ്ഞിട്ട് പിന്നെ 25,000 ഒക്കെ ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ 50,000. പിന്നെ അത് കൊടുത്തു കഴിഞ്ഞാലോ പിന്നെ ആൾ മുങ്ങി, പിന്നെ കാണൂല. കാരണം ആദ്യത്തെ ചെറിയ ഒരു എമൗണ്ടിൽ നിന്ന് വിശ്വസ്തത നേടിയെടുക്കുക, അത് കഴിഞ്ഞിട്ട് വലിയ എമൗണ്ട് വാങ്ങിച്ചിട്ട് മുങ്ങുക. ഇതും നമ്മൾ ഒരുപാട് കാണുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ അച്ഛനോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, നമ്മൾ കടം എന്തിനാണോ കൊടുക്കുന്നത്, ഇങ്ങനെ തിരിച്ച് കിട്ടുന്നില്ല, നമ്മൾ പുറകെ നടന്ന് ചോദിക്കണം എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ വരുന്നതുകൊണ്ട് കൊടുക്കാണ്ടിരുന്നൂടെ ചോദിക്കും. കാരണം കൊടുക്കാണ്ടിരിക്കുന്നത് മനസ്സാക്ഷിക്ക് ഒത്തതാണോ എന്നൊരു ഡൗട്ട്. കാരണം അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നതല്ലേ നമ്മളോട് ഉള്ളവരുടെ അടുത്തല്ലേ വന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്ന് ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? അവർ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുക. പണ്ട് മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലാലേട്ടൻ, ദൈവം നേരിട്ട് വന്ന് എല്ലാവരും സഹായിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളെപ്പോലുള്ളവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേണം അറിഞ്ഞും കണ്ടും സഹായിക്കാൻ എന്നുള്ളതാണ് ലാലേട്ടൻ പറയണത്. പക്ഷേ അതേപോലെ തന്നെ വേറെ രീതിയിലും ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്, കടം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കരുത് എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് വെച്ചാൽ, കടം വാങ്ങുക എന്നുള്ളത് അതൊരു കർമ്മഫലമാണെന്ന്. ഇപ്പം എനിക്ക് കടം വേറൊരാളോട് ചോദിക്കേണ്ട അവസ്ഥ വരിക എന്നുള്ളത് കഴിഞ്ഞ ജന്മ കർമ്മമാണെന്ന്. കഴിഞ്ഞ പൂർവ്വജന്മത്തിൽ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടായിട്ട് നമ്മൾ ദൂർത്തടിച്ചിട്ടുണ്ടാകും, നമുക്ക് ഒരുപാട് പൈസ ഉണ്ടായിട്ട് നമ്മൾ ആരെയും സഹായിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പൈസയ്ക്ക് നമ്മൾ വാല്യൂ കൊടുക്കുക, പൈസ മഹാലക്ഷ്മിയാണല്ലോ, നമ്മൾ അതിന് ഇമ്പോർട്ടൻസോ വാല്യൂ ഒന്നും കൊടുക്കാണ്ട് റെസ്പെക്റ്റ് കൊടുക്കാണ്ട തരത്തിൽ നമ്മൾ ആ പൈസ ഇട്ട് കളിച്ചിട്ടുണ്ടാകും, ഗാംബ്ലിങ് ചെയ്തിട്ടുണ്ടാകും, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാകണം. അതുകൊണ്ട് ഈ ജന്മം നമുക്ക് കടം ചോദിക്കേണ്ട ഒരു അവസ്ഥ ദൈവം തരുന്നതാണ്. അപ്പോൾ ആ കർമ്മ ദൈവം കൊടുക്കുമ്പോൾ നമ്മളായിട്ട് പോയി സഹായിച്ചിട്ട് ആ കർമ്മേനെ ഇല്ലാതാക്കരുത് എന്ന് ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടു. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ഉത്തരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം ഞാനിതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത ഒരാളാണ്, കടം കൊടുക്കണോ വേണ്ടിയോ. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കായാലും കടം വാങ്ങിച്ചവരുണ്ടാകും അല്ലേ, നിങ്ങളിലും കടം ചോദിച്ചവരുമായിരിക്കും. കടം ചോദിച്ചു കഴിഞ്ഞാൽ, കടം കയ്യിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ കഴിയുന്നത് വേഗം തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇല്ലെങ്കിൽ എന്താ പറയുക, കടം തന്നാൾ മറന്നു നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. മറന്നതായി അഭിനയിക്കുന്നതായിരിക്കും, ചോദിച്ചില്ല എന്ന് വിചാരിച്ച് മറന്നു എന്ന് വിചാരിക്കരുത്. ഒട്ടുമിക്ക ആൾക്കാരും കടം വാങ്ങിച്ചു കഴിഞ്ഞാൽ അടുത്ത ആഴ്ച തരാം, അടുത്ത മാസം തരാം, അടുത്ത 3 മാസം കഴിഞ്ഞിട്ട് തരാം എന്നൊക്കെ ഒരു ടൈം പീരീഡ് പറയും. പക്ഷേ അത് കഴിഞ്ഞാൽ തരില്ല. പക്ഷേ നമ്മളായിട്ട് കോൺടാക്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ടാകും, അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്ന നമ്മൾ ചോദിക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ മറന്നു എന്നൊട്ടും വിചാരിക്കരുത്. നമ്മുടെ മൈൻഡിലുണ്ട്, പക്ഷേ അത് ചോദിക്കുന്നത് നമുക്ക് നമ്മുടെ അന്തസ്സിന് തോന്നാത്തത് കൊണ്ടാണ് നമ്മൾ ചോദിക്കാത്തത്. പിന്നെ ഓക്കെ, അവർ പൈസ ശരിയാകുമ്പോൾ തരും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ടാണ്, കാരണം നമ്മുടെ വിശ്വസ്തതയാണ് നിങ്ങൾ കൊല്ലാക്കൊല ചെയ്യുന്നത് തിരിച്ച് തരാതെ. അപ്പോൾ ഈ കടം ചോദിക്കുന്ന ഈ ഒരു ഇതിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു, കൊടുക്കണോ വേണ്ടയോ എന്ന്. പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫൈനലി ഞാൻ കണ്ടെത്തിയൊരു ഉത്തരം കടം കൊടുക്കരുത് എന്ന് തന്നെയാണ്. കൊടുക്കരുത് എന്ന്. കാരണം കടം കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നമ്മുടെ ഇല്ല അങ്ങനെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞാൽ വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ കൊടുത്തില്ലെങ്കിൽ തീർന്നു, അതോടെ കട്ടായി. പക്ഷെ എന്നാലും കുഴപ്പമില്ല,
പൈസ കൊടുത്തിട്ട് ശത്രു ആവുന്നതിനേക്കാളും ഫാർ ബെറ്ററാണ് നമ്മൾ കൊടുക്കാണ്ടിരുന്നിട്ട് ശത്രു ആവുന്നത്. കാരണം അവിടെ നമ്മൾ എന്തായാലും ശത്രുവായി, പക്ഷെ നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കയ്യിൽ നിന്ന് പൈസ. പക്ഷെ പൈസ കൊടുത്തിട്ട് ശത്രുവായി കഴിഞ്ഞാൽ നമുക്ക് വെറുതെ നമ്മുടെ അല്ലാത്ത കുറ്റം കൊണ്ട് നമ്മൾ ശത്രു ആകുകയും ചെയ്തു, നമ്മുടെ പൈസയും പോയി. അതാണ് നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കുക, അല്ലേ? അത് നമ്മുടെ മൈൻഡിൽ നിന്ന് ഒരിക്കലും മാറില്ല. മറ്റത് ഞാൻ കൊടുക്കാത്ത കൊണ്ടല്ലേ അവർ ശത്രുത കാണിക്കുന്നത്, അത് സാറില്ല എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോയില്ലല്ലോ എന്നുള്ളൊരു സമാധാനം നമുക്ക് ഉണ്ടാകും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച എന്നെ കമ്പ്യൂട്ടർ, അതായത് 3D അനിമേഷനൊക്കെ പഠിപ്പിച്ച ഒരു സാർ ഉണ്ടായിരുന്നു ഇവിടെ ചെന്നൈയിൽ. അദ്ദേഹം ആദ്യമേ എന്നോട് കടം ചോദിച്ചു. അദ്ദേഹത്തിന് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇദ്ദേഹം നമ്മളെ ക്ലാസ് എടുക്കുക എന്നുള്ളത് കൂടാതെ ഫിലിമിനൊക്കെ അവർ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ്. കൂടാണ്ട് ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഇദ്ദേഹം എന്നോട് കടം ചോദിക്കുന്നത്, ബ്രദറിൻ്റെ ബ്രെയിൻ സർജറിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ബ്രെയിൻ സർജറിക്ക് ഇദ്ദേഹത്തിൻ്റെ ഐഡിയ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞിട്ട് ബ്രദറിന് കയ്യിൽ നിന്ന് പൈസ എടുക്കാൻ അയാൾക്കൊരു മടി. അങ്ങനെ വെച്ചാൽ പുറത്തുനിന്ന് ഒരു പൈസ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നല്ലേ പോവുള്ളൂ എന്നുള്ളതായിരിക്കും അയാളുടെ ഐഡിയ. എന്നോട് പൈസ ചോദിച്ചു. ആദ്യം ഞാൻ പറഞ്ഞു, അന്ന് എൻ്റെ അച്ഛൻ ICUയിൽ കിടക്കുന്ന ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ICUയിലാണ്, അറിയാലോ ഡെയിലി എത്ര പൈസയാണ് ചിലവാവണേ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷനും കാര്യങ്ങളിലാണ് ഞാനിവിടെ നിൽക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ സാറിനെ കോൺടാക്റ്റ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ സാർ പിന്നെയും എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും തന്നൂടെ എന്നും പറഞ്ഞ് എന്നെ ഇങ്ങനെ. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ അച്ഛൻ ICUയിൽ കിടക്കുമ്പോൾ ബില്ല് ഞാനിങ്ങനെ കാണുന്നതാണ്. അപ്പോൾ ദൈവം സഹായിച്ച് എന്നെ കൊണ്ട് സഹായിക്കുന്നുണ്ട് ബില്ലടയ്ക്കാൻ. അപ്പോൾ അവർക്ക് അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മളടുത്ത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം പരീക്ഷിക്കുന്നതാണോ എന്ന് വരെ ഞാൻ സ്വയം ചിന്തിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അദ്ദേഹം ചോദിച്ചതിൻ്റെ പകുതി പൈസയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ലക്കിലി ഞാൻ ഫുൾ ഇട്ട് കൊടുത്തില്ല. അതിനുശേഷം അതിനുശേഷം ഒരു കൊല്ലം 1.5 കൊല്ലം ഇദ്ദേഹമായിട്ട് ഒരു കോൺടാക്റ്റും ഇല്ല. പിന്നെ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഇദ്ദേഹം എന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു പൈസ തരാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഇദ്ദേഹം പൈസേനെക്കുറിച്ച് മിണ്ടുന്നില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ ഇൻബോക്സിൽ പോയി ചോദിച്ചു ഇദ്ദേഹത്തിൻ്റെ അടുത്ത്, ഞാൻ അങ്ങനെ പൈസ തന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചപ്പോൾ ഓർമ്മയുണ്ട് മാഡം, ഞാൻ ഈ മാസം സാലറി കിട്ടിയാൽ ഉടനെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇയാളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് വെറുതെ ഒന്ന് അന്വേഷിച്ചു കേട്ടോ. നോക്കിയപ്പോൾ അയാൾ ഏതൊരു കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പോൾ ഇയാൾക്ക് തരാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് ഏതായാലും തിരിച്ചു ചോദിക്കാം. കാരണം എന്താ വെച്ചാൽ ഞാനിവിടെ ചെറിയ ചാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പൈസ, ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ച് കിട്ടിയാൽ എനിക്ക് അത്യാവശ്യം ചാരിറ്റിക്ക് യൂസ് ചെയ്യാമല്ലോ എന്നാണ് എൻ്റെ മൈൻഡിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്കൂൾ തുടങ്ങുമ്പോൾ കിറ്റ് കൊടുക്കുന്നുണ്ട്, ഓണത്തിന് കിറ്റ് കൊടുക്കുന്നുണ്ട്, അല്ലാത്ത കാര്യങ്ങളിൽ ഒരുപാട് സംഭാവനകൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കൊണ്ടും എനിക്ക് ഞാൻ കൊടുത്ത പൈസ, അതായത് ഇവരൊക്കെ പൈസ ഏൺ ചെയ്യുന്ന ആൾക്കാരാണ്. അല്ലാത്തവരുടെ അടുത്തുനിന്നല്ല ഞാൻ തിരിച്ചു ചോദിക്കുക, അല്ലാത്തവരുടെ അടുത്തുനിന്ന് ഞാൻ തിരിച്ച് ചോദിക്കാറില്ല, അല്ലാത്തവർക്ക് ഞാൻ കടം കൊടുക്കാറില്ല. ഞാൻ മനസ്സുകൊണ്ട് അറിഞ്ഞ് സഹായമായിട്ട് ചെയ്യാറാണ് പതിവ്. 2 തരമുണ്ട്, കടം കൊടുക്കുക, സഹായം ചെയ്യുക എന്നുള്ളത്. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഇദ്ദേഹം ഉടനെ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. എല്ലായിടത്തും ബ്ലോക്ക് ചെയ്തു, ഫോണിലും ബ്ലോക്ക് ചെയ്തു, ഫേസ്ബുക്കിലും ബ്ലോക്ക് ചെയ്തു. എല്ലാ പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഒരു കംപ്ലയിൻറ്റ് കൊടുത്താലോ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു കംപ്ലയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി അതൊരു ബാധ്യതയാകും. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ബ്രദർ മരിച്ചുപോയി അങ്ങനെയൊക്കെ പറഞ്ഞ്. ഇയാൾക്ക് ബ്രദർ ഉണ്ടോ എന്ന് തന്നെ എനിക്കിപ്പോൾ ഡൗട്ടാണ്. ഇയാൾ എന്തോ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതാണോ എന്ന് വരെ എനിക്കിപ്പോൾ ഡൗട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ ഓരോരോ അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്നത് കുറേ പാഠങ്ങളുണ്ട്. അങ്ങനെയായിട്ട് ഞാൻ കടം കൊടുക്കുന്നത് നിർത്തി. കാരണം ഞാൻ കടം കൊടുക്കുന്നതിന് പകരം എനിക്ക് മനസ്സിൽ തോന്നിയാൽ ഞാൻ സഹായമായിട്ട് ചെയ്യുക. കാരണം തിരിച്ച് പ്രതീക്ഷിക്കാതിരിക്കുക എന്നുള്ള. തിരിച്ച് പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവുന്നതും ശത്രുതയിലേക്ക് പോകുന്നതും എല്ലാം. അപ്പോൾ കടം കൊടുക്കുക അല്ലെങ്കിൽ സഹായം ചെയ്യുക എന്നുള്ള 2 കാര്യത്തിൽ കടം കൊടുക്കാണ്ടിരിക്കുക. പകരം നന്നായിട്ട് അന്വേഷിച്ചിട്ട് അർഹതയുള്ളവരാണോ എന്ന് നോക്കിയിട്ട് അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടെല്ലാം അന്വേഷിച്ചതിന് ശേഷം സഹായമായിട്ട് കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കടം കൊടുക്കുക, അത്ര ക്ലോസ് ഫ്രണ്ട്സാണ്, ഫാമിലിയിൽ ആരെങ്കിലും ആണ്, അവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു, അവർക്ക് തിരിച്ച് തരാൻ പറ്റും, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെ നമുക്ക് അതും വളരെ റെയറായിട്ട് വൺസ് ഇൻ എ വൈൽ കടമായിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 100% ഉറപ്പുണ്ട്. ഇതിപ്പോൾ എനിക്ക് കുറച്ച് സബ്ബേ ഉള്ളൂ, പക്ഷേ ഞാനിപ്പോൾ വലിയൊരു സബ്ബൊക്കെ ഉള്ള ഒരാളായിരുന്നെങ്കിൽ ഇതിൻ്റെ താഴെ ഒരുപാട് പേര് കമൻസ് ഉണ്ടാകും. ചേച്ചി എൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിച്ചിട്ട് എനിക്ക് തിരിച്ചു തന്നിട്ടില്ല, 99.9% ആൾക്കാരും തിരിച്ചു തരില്ല എന്നുള്ളത് കമൻസ് ഞാൻ നല്ലോണം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളത്
അന്തസ്സുള്ളൊരു കാര്യമാണ്. പക്ഷേ അതാണ് മിക്കവരും ചെയ്യാത്തത്. തിരിച്ചു കൊടുക്കാൻ എല്ലാവർക്കും മടിയാണ്. ചിലവർ പറയും മറന്നുപോയി എന്ന്. ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നിട്ടുണ്ടോ, ചിലവർ വിചാരിക്കും നമ്മൾ മറന്നു എന്ന് വിചാരിച്ചിട്ട് അവരതിനെ യൂട്ടിലൈസ് ചെയ്യും. അതാണ്. പക്ഷേ കൊടുത്തവരാരും മറക്കില്ല, മനസ്സിൽ തന്നെയുണ്ട്. അത് എല്ലാവരും ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏൺ ചെയ്യുന്ന പൈസയാണ് നമ്മൾ ഈ കടമായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സഹായമായിട്ടായാലും കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഏൺ ചെയ്യുന്നത് വെറുതെ ഏൺ ചെയ്യല്ലല്ലോ, നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. രാവിലെ നേരത്തെ എണീക്കണം, നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ പണിക്ക് പോകുന്നത്. ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കണം. ഒന്നും വേണ്ട. അപ്പോൾ യൂട്യൂബ് വരുമാനം എന്ന് പറഞ്ഞാലും വെറുതെ യൂട്യൂബ് വരുമാനം അല്ല. യൂട്യൂബും ഇതുപോലെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്ത് അതൊക്കെ കണ്ണിനും സ്ട്രെയിനാണ്. സമയം എടുത്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനും. അപ്പോൾ നമുക്ക് മണി കിട്ടണ ഏതൊരു വർക്കായാലും അതിന് അതിൻ്റേതായ എഫേർട്ട് ഉണ്ട്. അപ്പോൾ ആ എഫേർട്ട് എടുക്കാൻ പറ്റാത്തവരാണ് ഇവരെ കുറ്റപ്പെടുത്തുന്നത്. എന്ത്, യൂട്യൂബ് വഴി കാശുണ്ടാക്കണമെന്നല്ല, ഈസി മണി എന്നുള്ള രീതിയിൽ ഒരിക്കലും അല്ല. അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പൈസ ഉണ്ടാക്കുന്നത്. കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്തിട്ട്, ചിലർ ബ്രെയിൻ യൂസ് ചെയ്തിട്ട്, ചിലവർ എന്താ പറയുക ഹെൽത്ത് കളഞ്ഞിട്ട്, അങ്ങനെ പല രീതിയിൽ മഴയത്തായാലും വെയിലത്തായാലും റബ്ബർ വെട്ടാൻ പോയിട്ടും, അല്ലാതെ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരൊക്കെ നോക്ക്, ഈ വെയിലത്ത് ഈ നല്ല ചൂട്, ഈ ചെന്നൈയിലൊക്കെ ഈ ചുട്ട വെയിലത്തൊക്കെ ഇവർ തുണി നനച്ച് കഴുത്തിലൊക്കെ കെട്ടിവെച്ചിട്ടൊക്കെയാണ് ഇവർ ഓട്ടോ ഓടിക്കുന്നത്. എന്നാലും അവർ ഓരോ സവാരിയിൽ നിന്നും കിട്ടുന്ന പൈസ അവർ സേവ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ഓട്ടോയിലൊക്കെ പോകുമ്പോൾ ചില ഓട്ടോക്കാരോടൊക്കെ സംസാരിക്കാറുണ്ട്. അവർക്കൊക്കെ മക്കൾ നന്നായി പഠിക്കുന്ന കുട്ടികളുണ്ട്, MBBS പഠിക്കുന്നവരുണ്ട്, IAS പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഫീസ്, ട്യൂഷൻ ഫീ എല്ലാം വേണം. അപ്പോൾ ഇതെല്ലാം അവർക്ക് സേവ് ചെയ്യാൻ വേണ്ടി അവർ അർദ്ധരാത്രിയിലും വരെ പണിയെടുത്തിട്ട് ഓട്ടോ ഓട്ടിച്ചിട്ട് രാവിലെ പുലർച്ചെ 4 മണിക്ക് എണീറ്റിട്ട് അമ്പലങ്ങളിൽ പോയി നിൽക്കുന്നതാണ് അവർ പറയണത്. ആ സമയത്തൊക്കെ അമ്പലങ്ങളിലാണല്ലോ സവാരി കിട്ടുക. അത് കഴിഞ്ഞ് നോർമലി ഡേ 8 o'clock ശേഷമാണ് നോർമൽ സവാരി കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അമ്പലത്തിൻ്റെ ആ ഏരിയയിൽ പോയി നിന്നാൽ കിട്ടുന്ന, അപ്പോൾ ആകെ കൂടി ഇവർ ഉറങ്ങുന്നത് 3 മണിക്കൂറാണ്. അങ്ങനെ കിട്ടുന്ന പൈസയാണ്. അങ്ങനെ കിട്ടുന്ന പൈസ ആണ് അവരുടെ. അതുപോലെ തന്നെയാണ് ഓരോരുത്തരും കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസയാണെന്നാണ് ഞാൻ പറയുക. പൈസ വെറുതെ വരില്ല, വെറുതെ കിട്ടുകയില്ല. ലോട്ടറി അടിച്ചവർ പോലും അവരുടേതായ ദുഃഖങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ പൈസ കയ്യിൽ വന്ന് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ദുഃഖം അതൊന്ന് വേറെ തന്നെയാണ്. മാത്രമല്ല, പൈസ വന്ന് ചേർന്നു എന്ന് വെച്ചാൽ നമ്മളതിനെ പൂട്ടി വെച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുകയല്ലല്ലോ. പൈസ നമ്മുടെ കയ്യിൽ വരും തോറും നമുക്ക് കമ്മിറ്റ്മെൻറ്റ്സ് കൂടിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം വരും അമ്പല കമ്മിറ്റിക്കാർ, അല്ലെങ്കിൽ അപ്പം വരും വേറെ എന്തെങ്കിലും കിറ്റിൻ്റെ ആൾക്കാർ, സംഭാവനയുടെ ആൾക്കാർ, പിരിവുകാർ. ഇവരൊക്കെ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് വരും. ഇവരൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ചേ നമുക്ക് പറ്റുള്ളൂ. ഒരു എക്സ്ക്യൂസ് ഇല്ല. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചോദിക്കുന്നവർക്ക് കൊടുക്കണം. നമ്മുടെ വീട്ടിലെ സെർവൻറ്റ് പോലും അവരുടെ മക്കളുടെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളോടല്ലേ വന്ന് കടം ചോദിക്കുള്ളൂ. വേറെ ആരോടാ കടം ചോദിക്കുക? നമ്മുടെ അടുത്തല്ലേ ചോദിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കും, നമ്മുടെ ഓഫീസിലുള്ളവർ നമ്മുടെ അടുത്താണ്. കടമല്ലെങ്കിലും സഹായം, ഞാൻ പറയണത് കടം ഞാൻ കൊടുക്കുന്നില്ല, സഹായം എന്നാണ്. അപ്പോൾ ഇവർക്കൊക്കെ സഹായം കൊടുക്കുമ്പോൾ പുറമേ നിന്നൊരാൾ വന്നിട്ട് നമ്മളോട് പുതിയതായിട്ടൊരാൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ഓൾറെഡി കമ്മിറ്റഡ് ആണ്, നമ്മളിവിടെ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ആൾക്കാർക്ക് കൊടുക്കാനും സംഭാവന കൊടുക്കാനും അല്ലെങ്കിൽ ഇത് കൊടുക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഇവിടെയുള്ള ചെന്നൈയിലുള്ള അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ചെന്നൈയിലുള്ള കമ്മിറ്റി, ഇവിടുത്തെ ചാരിറ്റിയൊക്കെ കൊടുക്കുമ്പോൾ ഒപ്പം തന്നെ ഞാൻ നാട്ടിൽ പോകുമ്പോൾ നാട്ടിലുള്ളവരും എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടല്ലേ. ഞാൻ ഇവിടെയും ചെയ്യണം, ഞാൻ അവിടെയും ചെയ്യണം. എന്നാലും നാട്ടിൽ ഞാൻ അത്യാവശ്യം എന്താ പറയുക, അവരെയും നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ ജനിച്ച് വളർന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ നാട് എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേയൊക്കെ നമ്മൾ അവിടെയും നമ്മൾ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാണ്ടിരിക്കണത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് കടം കൊടുക്കാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. നമ്മൾ തന്നെ സ്വയം തീരുമാനം എടുക്കുക, കടം കൊടുക്കണില്ല. അത്രയ്ക്ക് മനസ്സിന് വിഷമം തോന്നിയ കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ സഹായമായിട്ട് ചെയ്യാം. പക്ഷേ ഡോണ്ട് എക്സ്പെക്ട് ദ റിട്ടേൺ എന്നുള്ളൂ. ഒരിക്കലും തിരിച്ച് കിട്ടിയാൽ ഭാഗ്യം എന്ന് വിചാരിക്കുക. അതുപോലെ ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ മൈൻഡിൽ കടം കൊടുക്കുക എന്നുള്ള പ്ലാനിലേക്ക് എത്തിയാലും മനസ്സിനോട് പറയുക, ഇത് ഞാൻ കടമായിട്ടാണ് കൊടുക്കണത് എന്നുള്ളത് ആണെങ്കിലും മൈൻഡിൽ ഇത് ഞാൻ തിരിച്ച് കിട്ടിയാൽ ഓക്കെ, തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പേരിൽ റിഗ്രറ്റ് ചെയ്യില്ല എന്നുള്ളത് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. കാരണം 99% തിരിച്ച് കിട്ടില്ല കടം കൊടുത്തു കഴിഞ്ഞാൽ എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ എക്സ്പീരിയൻസിൽ നിന്നും, എൻ്റെ മാത്രമല്ല ഒരുപാട് പേരോട് ഡിസ്കസ് ചെയ്തിട്ട്
ഞാൻ അനലൈസ് ചെയ്ത ഒരു കാര്യമാണത്, ഈ കടത്തിനെക്കുറിച്ച്. അപ്പോഴാണ് ഞാനിത് കൊടുക്കണമോ വേണ്ടോ, ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോഴാണ് ഇതിൽ ഞാൻ 1-2 പേരുടെ ഇൻ്റർവ്യൂവിൽ പറയണ കേട്ടത് കടം കൊടുക്കരുത് എന്ന്. കാരണം അതൊരു കർമ്മഫലമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ ആ ഒരു കർമ്മഫലം അവരനുഭവിക്കേണ്ടത് നമ്മളായിട്ട് തടസ്സപ്പെടുത്തണം എന്തിനാണ് എന്ന്. അപ്പോൾ ഇതിനോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കടം തരാത്തവരുണ്ടോ? നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ടോ? കടം വാങ്ങിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നുണ്ടോ എന്നുള്ളതും കൂടെ പറയണം കേട്ടോ. അപ്പോൾ ഇതുവരെ കേട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് 1000 നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.